ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയാലോ. വളരെ രുചികരമായ ചെമ്മീൻ അച്ചാറാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, എത്ര വേണമെങ്കിലും ചോറുണ്ടാവുന്നതാണ്. ഉണക്കച്ചെമ്മീൻ ഉപയോഗിച്ചാണ് ഈ അച്ചാർ ഉണ്ടാക്കുവാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി വറുത്തെടുക്കുക. ചെമ്മീൻ കഴുകിയെടുക്കുമ്പോൾ വെള്ളത്തിൽ നന്നായി ഇട്ട് വെക്കരുത്, പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു 2-3 മിനിറ്റ് നേരം ഇത് നന്നായി വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ചെമ്മീൻ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ഈ അച്ചാർ ഉണ്ടാക്കുന്നതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇഞ്ചി കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇഞ്ചിയിലെയും പച്ചമുളകിലെയും വെളുത്തുള്ളിയിലെയും ജലാംശമൊക്കെ നന്നായി വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമാണ് അച്ചാർ കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കുക. ഇപ്പോൾ നല്ലവണ്ണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ മുളക് പൊടിയും കളറിന് വേണ്ടി 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. തീ ഓഫ് ചെയ്ത ശേഷമോ അല്ലെങ്കിൽ ചെറിയ തീയിൽ വെച്ചോ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ മസാലപ്പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. വാളൻപുളിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചതാണിത്. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് എന്നിവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മസാല എല്ലായിടത്തും ആവുന്നതിന് വേണ്ടി ഒന്ന് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഉണക്കച്ചെമ്മീനിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കുക. വിനാഗിരി ഒന്ന് നന്നായി ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്.
ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഒരു ഉണങ്ങിയ കുപ്പിയിലേക്ക് മാറ്റി സൂക്ഷിക്കുക. ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ മാത്രമാണ് ചെമ്മീൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായി മസാല പിടിച്ചിരിക്കുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.